സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഊട്ടി യാത്രയുടെ രണ്ടാമത്തെ ദിവസം ബൊട്ടാണിക്കൽ ഗാർഡനും ബോട്ട് ഹൗസുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ടൂർ എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ തെളിയുന്ന സ്ഥലം ഊട്ടിയായിരുന്നല്ലോ. ആദ്യം ബൊട്ടാണിക്കൽ ഗാർഡൻ. ഈ വരുന്ന റെഡ് കളർ മഹീന്ദ്ര ഥാർ കണ്ടോ? തമിഴ്നാട് ടൂറിസം പോലീസിൻ്റേതാണ്. അടിപൊളി. ബൊട്ടാണിക്കൽ ഗാർഡന്റെ എൻട്രൻസ്. എൻട്രി ഫീസ് മുതിർന്നവർക്ക് 50, കുട്ടികൾക്ക് 20, സ്റ്റിൽ ക്യാമറ 50, വീഡിയോ ക്യാമറയ്ക്ക് 100. വളരെ മനോഹരമായി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നു. പഴയ കൊളോണിയൽ ഭരണകാലത്തിൻ്റെ പ്രതീകമായി എൻട്രൻസിൻ്റെ ഇരുവശത്തും പീരങ്കികൾ സ്ഥാപിച്ചിരിക്കുന്നു. ആ കാണുന്ന 2 ചുവന്ന മനോഹരമായ ബിൽഡിങ്ങുകൾ കണ്ടോ? ഗേറ്റ് ബിൽഡിംഗ് എന്നാണ് അത് അറിയപ്പെടുന്നത്. 1859 നിർമ്മിച്ചതാണ്. ഗാർഡനിലെ ചെടികളും വിത്തുകളും സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. 1995 ഫ്ലവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് റെനോവേറ്റ് ചെയ്ത് ഈ കാണുന്നത് പോലെ മനോഹരമാക്കി. അശോക സ്തംഭത്തിന്റെ മാതൃക, മനോഹരമായ പുൽത്തകിടി. 1848 ഗാർഡൻ സ്ഥാപിക്കപ്പെട്ടത്. ഊട്ടിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായ ദൊഡ്ഡബെട്ട പീക്കിന്റെ സ്ലോപ്പിലായിട്ടാണ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. 22 ഹെക്ടർ സ്ഥലത്തായി ഗാർഡൻ വ്യാപിച്ചു കിടക്കുന്നു. വർക്കിംഗ് ഡേ ആണ് എങ്കിലും സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ടൂർ പോകുന്ന സീസണാണല്ലോ. അതുകൊണ്ട് നല്ല തിരക്കാണ്. ഇവിടുത്തെ കാക്ടസ് ഗാർഡനാണിത്. പലയിനം കള്ളിമുൾ ചെടികൾ, പക്ഷേ ചെടികൾ കുറവാണ്. തിരുവനന്തപുരത്തെ കുഴിപ്പല്ലം ഗാർഡൻസിൽ ഇതിനേക്കാൾ കൂടുതൽ വെറൈറ്റി കള്ളിമുൾ ചെടികളുണ്ട്. കാക്ടസ് അല്ലാത്ത ചെടികളും ഇതിനിടയിലുണ്ടെന്നാണ് തോന്നുന്നത്. മാങ്ങയുടെ ഷേപ്പിൽ ഉള്ള ആമ്പൽക്കുളം. ചെടികൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. വേലി പോലെ ചെടി വളർത്തി വെട്ടിവിട്ടിരിക്കുന്നത് കണ്ടോ? ആദ്യം കണ്ട ആ പുൽത്തകിടിയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇല്ല. ഫോസിൽ ട്രങ്ക് 20 മില്യൺ വർഷം പഴക്കമുള്ളത്, അതായത് 2 കോടി വർഷം പഴക്കമുള്ളത്. ഇതുപോലെ ഒരെണ്ണം തിരുവനന്തപുരത്ത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലുണ്ട്. അത് കല്ല് പോലായി മാറിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ചെടികൾ ഷേപ്പ് ചെയ്ത് വെട്ടിയുണ്ടാക്കിയ ഫെൻസിംഗ്. ഇരുമ്പ് കമ്പികൾ കൊണ്ടുണ്ടാക്കിയ കാളയുടെ രൂപം. മാനും കരടിയുമൊക്കെയുണ്ട്. നേരത്തെ കണ്ട മാങ്ങയുടെ ഷേപ്പിലുള്ള കുളം. ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം അപൂർവ ഇനം മരങ്ങളാണ്. ഇനി ഇറ്റാലിയൻ ഗാർഡനിലേക്ക് പോകാം. ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ഡയറക്ടറുടെയും അസിസ്റ്റന്റ് ഡയറക്ടറുടെയും വസതിയാണിത്. സൂര്യകാന്തി പൂവ് വളരെ വലിയ സൈസിലുള്ളതാണ്. ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഏറ്റവും പിന്നിലുള്ള ഭാഗത്തായാണ് ഇറ്റാലിയൻ ഗാർഡൻ. ഒരു കുളവുമുണ്ട്. ഗാർഡനിലെ പൂച്ചെടികൾ. ഈ ചെടികളിൽ പലതും നമ്മുടെ നാട്ടിലെ നഴ്സറികളിലും കിട്ടുന്നതാണ്. ഫ്ലോക്സ് ഡ്രിമോണ്ടി എന്ന പൂച്ചെടിയാണിത്. തെക്ക് കിഴക്കൻ അമേരിക്കയിൽ ധാരാളമായി കാണപ്പെടുന്നുവെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതൊരു അലങ്കാര ചെടിയാണ്.
ഓറഞ്ച് കളർ ജമന്തി, മാരിഗോൾഡ് എന്നും പറയും. തെക്കൻ യൂറോപ്പാണ് സ്വദേശം. സ്വീറ്റ് വില്യം കാറ്റ്സ് ഫ്ലൈ എന്ന പൂച്ചെടി ചെറിയ പ്രാണികളെയൊക്കെ കുടുക്കി അതിൻ്റെ നീര് ഊറ്റിയെടുക്കും ഈ ചെടി എന്നാണ് പറയപ്പെടുന്നത്. ഇത് നേരത്തെ കണ്ട ഫ്ലോക്സ് ഡ്രിമോണ്ടി എന്ന ചെടി തന്നെയാണ്, വേറെ നിറമാണ് എന്നേ ഉള്ളൂ. 2 നിറത്തിലുള്ള പൂച്ചെടികൾ ഈ കൂട്ടത്തിലുണ്ട്. ഡയാന്തസ് കാരിയേഫില്ലസ് മെഡിറ്ററേനിയൻ സ്വദേശിയാണ്. ചുവപ്പ്, വെള്ള, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ കിട്ടും. ഡയാന്തസ് കാരിയോഫില്ലസിൻ്റെ പല നിറത്തിലുള്ള ചെടികൾ. ചുവപ്പും പർപ്പിളും നിറത്തിലുള്ളവ. ഇറ്റാലിയൻ ഗാർഡനിലെ കുളം. ആ കുളത്തിൽ കുടവുമായി നിൽക്കുന്ന സ്ത്രീയുടെ ശില്പം. ഡയാന്തസിന്റെ പിങ്കും വെള്ളയും ചേർന്ന പൂവ്. വൈറ്റ് ലൂപ്പിൻ, ഇതും മെഡിറ്ററേനിയൻ സ്വദേശിയാണ്. ബുഷ് വയലറ്റ് തെക്കേ അമേരിക്ക, കരീബിയൻ മേഖലകളിൽ കൂടുതലായി കാണപ്പെടുന്നു. ഐറിഷ് റോസ്. മഞ്ഞ ജമന്തി. രുദ്രാക്ഷമരം നമ്മുടെ അഗസ്ത്യാർകൂടത്തിൽ ധാരാളമുണ്ട്. അഗസ്ത്യാർകൂടവും പശ്ചിമഘട്ടത്തിലാണല്ലോ. ബൊട്ടാണിക്കൽ ഗാർഡനിലെ വാട്ടർ ATM. ഈ ലോണിലെ JJ എന്ന ഫലകം അത് 1995 ഫ്ലവർ ഫെസ്റ്റിനോടനുബന്ധിച്ച് സ്ഥാപിച്ചതാണ്. JJ എന്നാൽ ജെ ജയലളിത എന്നാണെന്ന് തോന്നുന്നു. പുരട്ചി തലൈവി ജെ ജയലളിത. ലോണിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. പക്ഷേ സെക്യൂരിറ്റി ആ കസേരയിൽ രാജാവിനെ പോലെ ഇരിക്കുന്നതുണ്ടോ. ചെടികൾ കൊണ്ടുണ്ടാക്കിയ ക്ലോക്ക്. ഈ കാണുന്ന മരങ്ങൾ റെഡ്വുഡ് മരങ്ങളാണോ എന്നൊരു സംശയം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. ഈ മരം കണ്ടോ? അതിന്റെ കൊമ്പുകൾ കണ്ടിട്ട് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു. തിരികെ ഗേറ്റ് ബിൽഡിങ്ങിനടുത്തെത്തി. ഇനി ഗ്ലാസ് ഹൗസിലേക്ക് പോകാം. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ പ്രവേശനമുള്ളത്. ആമ്പൽക്കുളം. ചെടികൾ മനോഹരമായി വച്ചുപിടിപ്പിച്ചിരിക്കുന്നു. നടന്നു പോകേണ്ട വഴിക്ക് ഇരുവശത്തും നല്ല ഭംഗിയിൽ പൂച്ചെടികൾ വച്ചുപിടിപ്പിച്ചിരിക്കുന്നു. ആമയുടെ ഷേപ്പിൽ കൊമ്പുകളും ഇലകളും കട്ട് ചെയ്ത ചെടി. ശിവലിംഗമാണോ തൊപ്പിയാണോ? ജാപ്പനീസ് ഗാർഡൻ. അതിന്റെ പണി നടക്കുകയാണ്. അവിടെ ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. ഇതാണ് ഗ്ലാസ് ഹൗസ്.
ഡെയ്സി ചെടി. ഇനി ഗ്ലാസ് ഹൗസിനുള്ളിലേക്ക് കയറാം. ഗ്ലാസ് ഹൗസിനുള്ളിൽ നിറയെ പൂത്തു നിൽക്കുന്ന ചെടികളാണ്. ഇതിനകം നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വിവിധ നിറത്തിലുള്ള ആന്തൂറിയം ചെടികൾ. പെപ്പറോമിയ സൗത്ത് അമേരിക്കൻ സ്വദേശിയാണ്. വിവിധ തരം കാക്ടസുകൾ കാക്ടസ് ഗാർഡൻ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ട്. കള്ള ലില്ലി, അരും ലില്ലി എന്നും പറയും. പലതരം ഓർക്കിഡ് ചെടികൾ. ഫെനിലോപ്സ് എന്ന ഓർക്കിഡ് ചെടികൾ. ഫെനിലോപ്സിന്റെ പൂക്കൾ കാണാൻ വളരെ ഭംഗിയുള്ളവയാണ്. ഈ പൂവ് കണ്ടിട്ട് പറശ്ശിനിക്കടവിലെ തെയ്യത്തെ പോലെയുണ്ട്. നാക്കൊക്കെ നീട്ടി. ഇതും ഫെനിലോപ്സ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഫെനിലോപ്സ് പൂവ്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഫെനിലോപ്സ് ചെടിക്ക് 500 രൂപയ്ക്ക് മുകളിൽ വില വരും. ചുവന്ന ആന്തൂറിയം. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ. മഹാത്മാഗാന്ധി. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും പുറത്തിറങ്ങി. ഇനി ബോട്ട് ഹൗസ്. തമിഴ്നാട് ടൂറിസം പോലീസിന്റെ ചുവന്ന ഥാർ. അടിപൊളി. ബോട്ട് ഹൗസിലേക്കുള്ള പ്രവേശന ഫീസ് 5 വയസ്സിന് മുകളിലുള്ളവർക്ക് 15 രൂപ, 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ. സ്റ്റിൽ ക്യാമറ 30, വീഡിയോ ക്യാമറ 150. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് എൻട്രി സമയം. ബോട്ടിൻ്റെ ഇനവും യാത്രക്കാരുടെ എണ്ണവും അനുസരിച്ച് 600 മുതൽ 1600 വരെയാണ് റേറ്റ്. ഇതിൽ 600 രൂപ മുതൽ 1000 രൂപ വരെ പെഡൽ ബോട്ടും റോ ബോട്ടുമാണ്. കയറ്റാവുന്ന യാത്രക്കാരുടെ എണ്ണം അനുസരിച്ച് മോട്ടോർ ബോട്ടുകൾക്ക് 900 മുതൽ 1200 രൂപ വരെയാണ് റേറ്റ്. ബോട്ട് ഹൗസിന്റെ ദൃശ്യങ്ങൾ. ആ കയറുകെട്ടി അതിരുതിരിച്ചിരിക്കുന്നതിനപ്പുറം പെഡൽ ബോട്ടുകൾക്കും റോ ബോട്ടുകൾക്കുമുള്ള ഏരിയയാണ്. ഇപ്പുറം മോട്ടോർ ബോട്ടുകൾക്കും. ഒരു മോട്ടോർ ബോട്ട് യാത്ര കഴിഞ്ഞ് തിരികെ വരുന്നു. നല്ല മഴ വരുന്നു. പെഡൽ ബോട്ടിലും റോ ബോട്ടിലും പോയവർക്ക് മഴ പെയ്താൽ നനയുകയേ മാർഗമുള്ളൂ. ബോട്ട് ഹൗസിലേക്കുള്ള എൻട്രൻസ്. ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുത്താലേ അപ്പുറത്തേക്ക് കടത്തിവിടുകയുള്ളൂ. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. 10 പേരുണ്ട്. ഇതുപോലത്തെ ബോട്ടാണ് ഞങ്ങൾക്കും. കറ്റമരൻ പോലുള്ള ഒരെണ്ണം.
ഞങ്ങളുടെ ബോട്ട് പുറപ്പെട്ടു. ലേക്കിലൂടെ ഒരു കറക്കം 20 മിനിറ്റ്. ആ വലതുവശത്ത് കാണുന്ന ആനയുടെ രൂപത്തിൽ കാണുന്നത് ടോയ് ട്രെയിനിൻ്റെ സ്റ്റേഷനാണ്. ആ ടോയ് ട്രെയിനിൽ ലേക്കിൻ്റെ സൈഡിലൂടെ കുറേ ദൂരം പോകാം. രണ്ട് സ്പീഡ് ബോട്ടുകൾ വരുന്നു. ഈ ലേക്കിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഹണിമൂൺ ബോട്ട് ഹൗസ് വരെ പോയി തിരികെ വരും. ആ കാണുന്നതാണ് ഹണിമൂൺ ബോട്ട് ഹൗസ്. ഇതുവരെയാണ് ബോട്ടുകളെല്ലാം വരുന്നത്. ബോട്ട് തിരിയുകയാണ്. ഈ ബോട്ടും തുടക്കം മുതൽ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇതെന്താണെന്നറിയില്ല, ട്രീ ഹൗസ് പോലെയുണ്ട്. ടോയ് ട്രെയിൻ പോകുന്നു. ദൂരെ പെഡൽ ബോട്ടുകൾ കാണാം. തിരികെ ബോട്ട് ഹൗസിനടുത്തെത്തി. ബോട്ട് കരയ്ക്കടുപ്പിക്കുന്നതിന് മത്സരമാണ്. അടുത്ത ആളുകളെ കയറ്റാനുള്ള തിടുക്കം. ഒരു ബോട്ട് കരയ്ക്കടിപ്പിക്കുന്നതിനിടയിലൂടെ മറ്റൊരു ബോട്ട് കൊണ്ട് കയറ്റും. റോഡിലായാലും വെള്ളത്തിലായാലും നമ്മുടെ രാജ്യത്ത് ഒരുപോലെ തന്നെ ഇടയിൽ കൂടി കൊണ്ട് കുത്തിക്കയറ്റും. പക്ഷേ നോർത്ത് ഈസ്റ്റ് വ്യത്യസ്തമാണെന്നാണ് അറിയുന്നത്.
മറ്റൊരു ബോട്ട് യാത്ര പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. ഒരു ബോട്ട് മാറ്റുന്നതിനിടയിൽ തന്നെ മറ്റൊരെണ്ണം കൊണ്ട് കുത്തിക്കയറ്റുന്നത് കണ്ടോ? ഞങ്ങളുടെ ബോട്ടാണ് ആദ്യം എത്തിയത്. ഏതായാലും ഞങ്ങളുടെ ബോട്ട് കരയ്ക്കടുത്തു. ഇനി ബോട്ട് ഹൗസിലുള്ള മറ്റു കാഴ്ചകൾ കാണാം. പുൽത്തകടിയും ചെടികളും നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ധാരാളം പെഡൽ ബോട്ടുകൾ, 2 പേർക്ക് ഇരിക്കാവുന്നവ. ഈ ഡ്രാഗണിന്റെയും അരയന്നത്തിന്റെയും ഒക്കെ ഷേപ്പിലുള്ളവ 4 പേർക്ക് ഇരിക്കാവുന്ന പെഡൽ ബോട്ടുകളാണ്. പെഡൽ ബോട്ട് യാത്ര നല്ല ശരീരം ഇളക്കുന്ന പരിപാടിയാണ്. പലരും അല്പനേരം ചവിട്ടിയ ശേഷം കുറച്ചു നേരം വിശ്രമിക്കുന്നത് കാണാം. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു പെഡൽ ബോട്ട്. യാത്ര കഴിഞ്ഞ് തിരികെ വരുന്ന ഒരു ബോട്ട്. ബഗ്ഗി ജമ്പിങ്ങുള്ള സംവിധാനം ഓപ്പൺ അല്ല. 2 റോവ് ബോട്ടുകൾ. 2 റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടുകൾ. യന്ത്രവൽകൃതമാണ് രണ്ടും.
ബോട്ട് ഹൗസിനോട് ചേർന്ന് ചെറിയ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. ബഗ്ഗി ജബ് സംവിധാനത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്ന് തോന്നുന്നു. ഹോട്ട് ചോക്ലേറ്റ് ഷോപ്പ്. ബോട്ട് ഹൗസിലുള്ള പ്ലാറ്റ്ഫോമിന് മുകളിൽ നിന്നുള്ള ദൃശ്യം. അപ്പോൾ ഊട്ടി യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പൈൻ ഫോറസ്റ്റ്, റോസ് ഗാർഡൻ തുടങ്ങിയവയൊക്കെ അടുത്ത വീഡിയോയിലുണ്ട്. മറക്കാതെ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഊട്ടിയിലെ മൂന്നാമത്തെ ദിവസത്തെ കാഴ്ചകളുമായി ഞാൻ ഉടൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.